ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയ കലാസ്നേഹികളെ, കൂട്ടുകാരെ, നമസ്കാരം. വിശ്വപ്രസിദ്ധനായ ചാൾസ് ഡിക്കിൻസിന്റെ വിശ്രുതമായ ഒരു കഥ ഒലിവർ ട്വിസ്റ്റ്. ആധുനിക വാർത്താ ചിത്രങ്ങളിൽ ഈ അടുത്തായി നിറഞ്ഞു നിന്നത് മനുഷ്യക്കടത്താണ്. അതിനു കണ്ടെത്തിയത് പ്രായപൂർത്തിയായ മനുഷ്യരെയല്ല, സാധുക്കളായ ബാല്യ കൗമാരങ്ങളെയാണ്. എന്നും എപ്പോഴും ദുരന്തങ്ങൾ പേറുന്നത് ഈ പ്രായക്കാരാണല്ലോ. അത്തരം അനാഥ ബാല്യത്തിന്റെ ജീവസുറ്റാവിഷ്കാരമാണ് ഒലിവർ ട്വിസ്റ്റ്. ലോകം ദുരന്തത്തിൻ വേദി, ബാല്യം കഥനത്തിൻ കാലം. ലോകം ദുരന്തത്തിൻ വേദി, ബാല്യം കഥനത്തിൻ കാലം. തകരുന്നു ബന്ധങ്ങൾ, അകലുന്നു സ്നേഹം. ദൈവം കണ്ണീർ ചൊരിയുന്നു, ദൈവം കണ്ണീർ ചൊരിയുന്നു. പേമാരി പെയ്തിറങ്ങുന്ന ഇംഗ്ലണ്ടിലെ ഒരു കാളരാത്രി. അതിശക്തമായ കാറ്റും തെരുവുകൾ വിജനമാണ്. അവിടെ ആ തെരുവിളക്കിന്റെ ചുവട്ടിൽ അതാ ഒരു സ്ത്രീ രൂപം. മഴയിൽ നനഞ്ഞു കുതിർന്ന് തണുത്തു വിറങ്ങലിച്ച് പ്രാണവേദനയോടെ തറയിൽ കിടന്ന് നിലവിളിക്കുന്നു. പൂർണ്ണ ഗർഭിണിയായൊരു സ്ത്രീ. അല്പം മുമ്പ്, ആ മഴ തുടങ്ങും മുമ്പ് എവിടെ നിന്നോ എത്തിയതാണ് അവർ. ആ കനത്ത മഴയിൽ നിലത്ത് കിടന്നുരുളുന്ന സ്ത്രീയെ ശ്രദ്ധിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. വളരെ നേരം കഴിഞ്ഞ് ആ വഴി വന്ന വഴിപോക്കർ ഒരു ഞെരക്കം കേട്ടു. യാത്രികർ അത് ശ്രദ്ധിച്ചു. ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്? വാടാ, നമുക്ക് പോയി നോക്കാം. ആ വഴിവിളക്കിന്റെ മങ്ങിക്കത്തുന്ന വെളിച്ചത്തിൽ അവർ ആ സ്ത്രീ രൂപം കണ്ടു. അവരുടൻ പാഞ്ഞു വന്ന് ആ സ്ത്രീയെ താങ്ങിയെടുത്ത് അടുത്തുള്ള അനാഥാലയത്തിൽ എത്തിച്ചു. 2-3 സ്ത്രീകളുടെ പരിചരണം. പേറ്റുപുരയ്ക്കുള്ളിൽ ഒന്നിൽ നിന്നൊന്നിനെ മാറ്റിയെടുക്കുന്ന സൃഷ്ടിതൻ വേദന. ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മമേകി, ഒരാൺകുഞ്ഞ്. പക്ഷേ വിധി ക്രൂരനായി ആ അമ്മയുടെ കണ്ണുകൾ അടഞ്ഞു. എന്നേക്കുമായി ഒരു ജനനവും ഒരു മരണവും. അമ്മിഞ്ഞ നൽകാതെ അമൃതം പകരാതെ ആത്മാവകന്നു കണ്ണീർ മഴയിൽ. അമ്മിഞ്ഞ നൽകാതെ അമൃതം പകരാതെ ആത്മാവകന്നു കണ്ണീർ മഴയിൽ. ഒരു കുഞ്ഞു ജീവൻ കരയുന്നു മണ്ണിൽ, മറുജീവൻ യാത്രയായി പരലോകത്തിൽ. അവരാ കുഞ്ഞിന് പേരിട്ടു ഒലിവർ, ഒലിവർ ട്വിസ്റ്റ്. പ്രിയരെ, ആ അനാഥാലയം നടത്തുന്നത് ഒരു സ്ത്രീയാണ്, ക്രൂരയായൊരു സ്ത്രീ. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സഹായങ്ങൾ തട്ടിയെടുക്കുവാൻ വേണ്ടി മാത്രമാണ് ആ സ്ഥാപനം. കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കുകയാണവർ. ഇതിലൊരു അംശം മാത്രമേ കുട്ടികൾക്ക് കിട്ടാറുള്ളൂ. കിട്ടുന്ന ഭക്ഷണം കൊണ്ട് അവർ തൃപ്തിപ്പെട്ടുകൊള്ളുക. പക്ഷേ ഒലിവർ അവരുടെ നിയമങ്ങൾ അനുസരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല. ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാൽ ഉടൻ അവൻ കണക്ക് പറയും. അതിന് ശിക്ഷ കിട്ടാത്ത ദിവസങ്ങളില്ല. ഒരു ദിവസം അനാഥാലയത്തിന്റെ പിൻഭാഗത്തുള്ള ഓക്കുമരത്തിൽ അവന്റെ കൈകൾ കൂട്ടിക്കെട്ടി തൂക്കി നിർത്തിയിരിക്കുന്നു. ചാട്ടവാറുമായി ആ നടത്തിപ്പുകാരി അവരവനെ അടിക്കുന്നു. ക്രൂരമായ പ്രഹരം. നിനക്ക് ഒരു കപ്പ് സൂപ്പ് കൂടി വേണമല്ലേ? മതിയോ? ഇത് മതിയോ? അനാഥാലയത്തിന്റെ അനീതിക്കെതിരെയുള്ള ആദ്യ ബാലഗർജനമായി ആ കരച്ചിൽ അലയടിച്ചു. വിധി തീർത്ത ദുഃഖങ്ങൾ മൂകത മൂടി ആ ബാല്യ ഹൃദയം തകർന്നു. വിധി തീർത്ത ദുഃഖങ്ങൾ മൂകത മൂടി ആ ബാല്യ ഹൃദയം തകർന്നു. കരുണാമയനാം ദൈവം വെടിഞ്ഞു ഈ ജന്മമെത്ര നിർഭാഗ്യം. കരുണാമയനാം ദൈവം വെടിഞ്ഞു ഈ ജന്മമെത്ര നിർഭാഗ്യം. ഈ ജന്മമെത്ര നിർഭാഗ്യം.
ഒലിവർ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ജന്മമായിരുന്നു. അവൻ 9 വയസ്സായി. അപ്പോഴൊരു പ്രശ്നം, ഈ പ്രായക്കാർ എന്തെങ്കിലും ജോലി ചെയ്തിരിക്കണം. ഒലിവറിനും ഒരു ജോലി കിട്ടി, ശവപ്പെട്ടി നിർമ്മാണം. മേൽനോട്ടക്കാരന്റെ ശാസനയും ചീത്തപറച്ചിലും അവനെ ക്ഷുഭിതനാക്കി. ഒലിവർ, അടുത്തു വാ. എടാ എടാ നശിച്ചവനെ, നിന്നെയാ വിളിച്ചത്. അയാൾ അവനെ അടിക്കാൻ ഓങ്ങിയ നിമിഷം അവൻ അയാളുടെ നെഞ്ചിനെ തള്ളി അകലേക്കോ. ഈ കുറ്റത്തിന് ആ മേൽനോട്ടക്കാരി അവനെ തല്ലി ചതയ്ക്കുകയായിരുന്നു. വേദന കൊണ്ട് രാത്രി ഉടനീളം അവൻ കരഞ്ഞു. പല ചിന്തകളും ആ കൊച്ചു മനസ്സിൽ രൂപപ്പെട്ടു. രക്ഷപ്പെടണം, എങ്ങനെങ്കിലും രക്ഷപ്പെടണം. ഇത് നരകമാണ്. രക്ഷപ്പെട്ടേ മതിയാവൂ. ആ രാത്രിയുടെ നിശബ്ദതയിൽ ഒലിവർ രക്ഷപ്പെടുകയായിരുന്നു. ഒരൊളിച്ചോട്ടം. ചെന്നുപെട്ടത് ലണ്ടൻ നഗരത്തിലെ ഒരു ചേരി. ദുർഗന്ധം നിറഞ്ഞ പ്രദേശം. കള്ളനും കരിഞ്ചന്തക്കാരനും കൊള്ളക്കാരനും ഒക്കെയുള്ള ഒരു ചേരി. കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, കാട്ടുമനസ്സുകൾ സ്വൈര്യവിഹാരം ചെയ്യും പ്രേതഭൂമി. കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, കാട്ടുമനസ്സുകൾ സ്വൈര്യവിഹാരം ചെയ്യും പ്രേതഭൂമി. കളവും ചതിയും തൊഴിലായി ജീവിതചക്രം തിരിയുന്നു. ഇതാണ് ഞങ്ങളുടെ സ്വർഗം, കള്ളന്മാരുടെ കേന്ദ്രം, കള്ളന്മാരുടെ കേന്ദ്രം. ഒരു രാത്രി ഇരുളിന് ശക്തി കൂടിയ നിമിഷം ഫാഗലും സംഘവും ഒലിവറുമായി അവനെ വീടിന്റെ ജനൽപ്പാളികൾ തുറന്ന് അകത്തു കിടന്നു. മുറിയിൽ കട്ടക്കൂരിട്ടു. അവൻ തപ്പിത്തടഞ്ഞു നീങ്ങുമ്പോൾ കാലിലെന്തോ തട്ടി. അതുടൻ മറിഞ്ഞു വീഴുന്ന ശബ്ദം അവിടെയാകെ പ്രതിധ്വനിയുണ്ടാക്കി. മുറിയിലാകെ വെളിച്ചം പരക്കുന്നു. വീട്ടുടമസ്ഥനുണർന്നു. ഒപ്പം മിസ് മേലിയും. ചുരുണ്ടുകൂടി നിൽക്കുന്ന ഒലിവർ. ദയനീയമായ അവന്റെ കണ്ണുകൾ. ആരാണ്? എന്താ ഇവിടെ? എങ്ങനെ അകത്ത് കടന്നു? അവന്റെ വാക്കുകൾ കണ്ണീരുകളായി. അപരാധിയല്ല ഞാൻ സത്യമായും, ഇരുളാർന്ന ജീവിത സന്തതി ഞാൻ. അപരാധിയല്ല ഞാൻ സത്യമായും, ഇരുളാർന്ന ജീവിത സന്തതി ഞാൻ. ദുഷ്ടസമൂഹത്തിൽ വന്നു പിറന്നു പോയി, മോചനമില്ലെനിക്കെന്നും, മോചനമില്ലെനിക്കെന്നും. അവന്റെ ദുഃഖകഥ അവരെ കണ്ണീരണിയിച്ചു. വളരെ നല്ല മനസ്സിന്റെ ഉടമകളായി അവർ അവന് ഭക്ഷണവും താമസവും ഒരുക്കി. ഒലിവർ അവിടുത്തെ ഒരു അംഗമായി. അവന്റെ സന്തോഷത്തിന് അതിരില്ല. അവനെന്നും സന്തോഷിക്കേണ്ടവൻ തന്നെയാണ്. കാരണം ഒരു വലിയ സ്വത്തിന്റെ ഉടമയാണ് ഒലിവർ. ആർക്കും അറിഞ്ഞുകൂടാത്തൊരു രഹസ്യം. അവന്റെ അമ്മ മരിക്കും മുമ്പ് അവന്റെ സ്വത്ത് വിവരം ആ അനാഥാലയം നടത്തിപ്പുകാരിയെ അറിയിച്ചിരുന്നു. ഒപ്പം ആഗ്നസ് എന്ന് പേരെഴുതിയ ഒരു ലോക്കറ്റും. ഒലിവർ അത് അറിഞ്ഞില്ല. അവനത് കിട്ടിയതുമില്ല. അത് നേടിയെടുക്കുവാൻ വേണ്ടി ഒരു പുതിയ കഥാപാത്രം വന്നിരിക്കുന്നു. മാങ്സ്. ഒലിവറെ കൊല്ലുക, അവന്റെ സ്വത്ത് അപഹരിക്കുക, അതാണ് ലക്ഷ്യം. പ്രിയരെ, ഒലിവറിന്റെ അച്ഛൻ 2 വിവാഹം ചെയ്തിരുന്നു. അതിൽ ആദ്യ ഭാര്യയുടെ മകനാണ് മാങ്സ്. ഈ ക്രൂരനായ സഹോദരൻ ഈ പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നത് ആ കൊള്ള സങ്കേതത്തിലാണ്. ആ ക്രൂരനായ ഫാഗലിന്റെ ആയിരിക്കും. ഫാഗൽ, പ്രതിഫലത്തെ കുറിച്ച് പേടിക്കേണ്ട, എത്ര വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ ഒലിവർ, അവന് ഭൂമുഖത്തുണ്ടാവരുത്. ഫാഗൽ ആ കരാർ ഏറ്റെടുത്തു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ മിടുക്കനായ ഒരു മനുഷ്യൻ അയാളുടെ മുമ്പിലെത്തി. മുഖത്തു വെട്ടേറ്റ പാടുള്ള കുപ്രസിദ്ധനായ ഒരു ഗുണ്ട. അയാൾ അത് ഏറ്റെടുത്തു. സ്വാർത്ഥതേ കരാളതേ, നിന്റെ നൃത്തവിഹാരതയിൽ സത്യം വീണു മരിച്ചു. സ്വാർത്ഥത വന്നു നിറഞ്ഞ മനസ്സുകൾ അലയും ലാഭം തേടി, അലയും ലാഭം തേടി. സ്വാർത്ഥതേ
തീരുമാനിച്ചു. അയാൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. നാളെ കൊല നടക്കും. അന്നു രാത്രി അയാൾ തന്റെ ഭാര്യയുടെ അടുത്തെത്തി, നാൻസി. അയാളുടെ ഭാവവ്യത്യാസം കണ്ടവൾ കാര്യമന്വേഷിച്ചു. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല. അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ മുഖം വല്ലാതെ? എനിക്കൊരു സ്വൈര്യവും തരില്ല. നാളെ ഒരു കുഞ്ഞിനെ കൊല്ലേണ്ടതുണ്ട്. ഒലിവർ ട്വിസ്റ്റ്. ഒലിവറിനെ വധിക്കുന്ന വിവരമറിഞ്ഞ നാൻസി നടുങ്ങിപ്പോയി. വേണ്ട, വേണ്ട, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ഒരു പിഞ്ചു കുഞ്ഞിനെ എത്ര രൂപ കിട്ടിയാലും വേണ്ട. നാൻസി, നിന്റെ ഉപദേശം വേണ്ട. അയാൾ ഇറങ്ങി നടന്നു. ഒപ്പം നാൻസിയും. അവൾ പോയത് മിസ് മേലിയുടെ വീട്ടിലേക്കാണ്. അവിടുത്തെ വേലക്കാരിയാണ് ആ സ്ത്രീ. കൊച്ചമ്മ, എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? കൊച്ചമ്മ, ഒലിവറെ സൂക്ഷിക്കണം. എന്ത്? നീ കാര്യം പറയൂ. എന്റെ ഭർത്താവും സംഘവും ക്രൂരന്മാരാണ്. അവർ ഒലിവറെ കൊല്ലും. അവനെതിരെയുള്ള ഗൂഢാലോചന അറിഞ്ഞ മെയ്ലി അവന് വേണ്ട സംരക്ഷണം നൽകി. ആ വീട് നിറയെ ഒലിവറിന്റെ സംരക്ഷണത്തിനായി സുരക്ഷാ ഭടന്മാർ. എന്താവശ്യത്തിനും അവരടുത്തുണ്ട്. ആർക്കും കടന്നുവരാൻ പറ്റാത്ത വിധത്തിലുള്ള സുരക്ഷ. ദൗത്യം പാളിപ്പോയ ആ ഗുണ്ട ഒരു ഭ്രാന്തനെ പോലെ നാൻസിയുടെ അടുത്തെത്തി. നീ എന്നെ ചതിക്കുമല്ലടി, ചതിക്കുമല്ലടി. അയാളുടെ കയ്യിലിരുന്ന് ഇരുമ്പ് ദണ്ട് നാൻസിയുടെ തലയിൽ പതിച്ചു. ചോരയിൽ കുളിച്ച് നാൻസി നിലം പതിച്ചു. പ്രതികാരദാഹിയായി, പ്രതിഖിന്ന ഭാവമായി, പ്രതികാരദാഹിയായി, പ്രതിഖിന്ന ഭാവമായി, അതിമോഹങ്ങൾ ഉണർത്തും മാനവ നാശം ജീവിത ശൂന്യം. അതിമോഹങ്ങൾ ഉണർത്തും മാനവ നാശം ജീവിത ശൂന്യം. പ്രതികാരദാഹിയായി, പ്രതിഖിന്ന ഭാവമായി. ഈ കുറ്റത്തിന് ആ ഗുണ്ട പോലീസ് പിടിയിലായി. ഫാഗൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രേരണാ കുറ്റത്തിന് മാങ്സിനെയും പിടികൂടി. അയാളുടെ കയ്യിൽ നിന്ന് അനാഥാലയത്തിൽ നിന്നും മോഷ്ടിച്ച ആ ലോക്കറ്റ് പോലീസ് പിടികൂടി. ഈ സമയം ഒലിവറെ മാറോട് ചേർത്ത് ഒരാൾ സന്തോഷിക്കുകയായിരുന്നു. മിസ് മെയ്ലി. ഒലിവർ, എന്റെ കുഞ്ഞെ, നീ എന്റെ മോനാണ്, എന്റെ കുഞ്ഞാണ്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ ലോകത്തിന്റെ അഭിമാനമായി നീ വളരും, വലിയവനായി നീ വളരും. ഒലിവർ, എന്റെ ഒലിവർ. സാന്ത്വനവും സ്നേഹവും ഏകാൻ അവന് പുതിയ ഒരു അമ്മ. ഒലിവർ പഠിച്ചു നല്ലവനായി, ഒരു പുതിയ മനുഷ്യനായി. ദൈവത്തിന്റെ തണൽ അവനെന്നും കൂട്ടായി. സഹൃദയരെ, ഇത്തരം അനാഥ ബാല്യങ്ങളുടെ സംരക്ഷണം നമ്മുടെ കരങ്ങളിലാണ്. കാരണം ഭാവിതൻ കാവലാൽ ബാല്യങ്ങളല്ലയോ പുത്തനുണർവിന്റെ ശക്തി കേന്ദ്രം. ഭാവിതൻ കാവലാൽ ബാല്യങ്ങളല്ലയോ പുത്തനുണർവിന്റെ ശക്തി കേന്ദ്രം. അവരിലൂടുണരട്ടെ ലോകത്തിൻ മാറ്റങ്ങൾ, അവരിലൂടണയട്ടെ സൗഹൃദങ്ങൾ. അവരിലൂടുണരട്ടെ ലോകത്തിൻ മാറ്റങ്ങൾ, അവരിലൂടണയട്ടെ സൗഹൃദങ്ങൾ. അവരിലൂടണയട്ടെ സൗഹൃദങ്ങൾ. ദുരമൂത്ത സമൂഹത്തിൽ മാനവികതയും സ്നേഹവും നഷ്ടപ്പെട്ട മനുഷ്യന്റെ യാത്ര വർദ്ധിക്കുകയാണ്. അവർക്ക് ആവശ്യം പണമാണ്. എന്ത് നിഷ്ഠൂരതയും ചെയ്യുവാൻ മെനക്കെടുന്ന ഈ കൂട്ടർക്ക് കർക്കശ നിയമവും വിധിയും ഒരു പാഠമാവട്ടെ. അവിടെ ഈ കഥ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.